നമ്മളങ്ങനെ കാടിനുള്ളിൽ കയറിട്ടാ, കാടിനുള്ളിൽ കയറി ആദ്യം കണ്ട എന്നാന്ന് വെച്ചാല് ഈ ആനക്കൊട്ടിലില്ല, ആനക്കൊട്ടിൽ. ഓ മാന് ഇഷ്ടം പോലെ മാന്. ആനക്കൊട്ടില് അറിയില്ലേ, എന്ന് വെച്ചാല് കാട്ടാനകളൊക്കെ മെരുക്കി നാട്ടാനിയാക്കുന്നേ. ഈ പെട്ടെന്ന് ഈ വീഡിയോയിൽ എനിക്ക് മാനിനെ എടുത്ത് തന്നാ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. എന്നാന്നറിയോ, ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മളിനി ഇത് ഓണാക്കി പിടിച്ചാൽ കാണൂല്ല, അതാണ് ഏറ്റവും വലിയ സംഭവം. അത് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല, ഈ ഇതിന്റെ കളറും ഈ ഉണങ്ങിയ കാടൊക്കെ ആയതുകൊണ്ട്. കുറെ 10-25 കിലോമീറ്റർ ഈ കാട്ടിനുള്ളിൽ കൂടെ തന്നെ യാത്ര കേട്ടാ. ഞാൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഞാൻ ഏതെങ്കിലും മൃഗങ്ങളെ കാണിച്ചു തരാൻ പറ്റുമോ നോക്കട്ടെ. അത് ഈ വണ്ടി നിർത്തിയിടാനും പറ്റൂല, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നേ. സാധാരണ 20 രൂപയാണ് മേടിക്കാറ്. അപ്പൊ ഞാൻ പൈസ എടുത്തപ്പോഴേ ഒരു 20ഉം ഒരു 50 വന്നേ. 50 ഉണ്ട്, 50 ആയിരുന്നു. എൻട്രി 50 പോയി, പറ്റിച്ചളഞ്ഞു. ആ കൂടി ടെൻഷനായി. ഒരു ചെറിയ കുരങ്ങ് ക്രോസ് ചെയ്യാടി, അത്രയും പതുക്കിയാ പോയത്. ചത്തുപോയത് പാവം. എല്ലാം കൂടി ആ കൂടി ടെൻഷനായി. ഇത്രയും നല്ല പോയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് അത് എങ്ങനെ എടുത്ത് ചാടിയെന്ന് അറിയില്ല. കാണാൻ പോലും ഇല്ല, അത്രയും ചെറുതാ. ഇത്ര നേരം അടിപൊളി റോഡായിരുന്നു കേട്ടോ. ഇവിടെ മൊത്തം ഇത് ആവും, ഒരു മാസത്തിനുള്ളിൽ അടിപൊളി റോഡാവും. നല്ല രസമായിരിക്കും ഇതിവിടെ പോകുന്നതാണ്. മരങ്ങളെല്ലാം അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് നല്ല അടിപൊളി വീതി കൂട്ടിട്ട് എടുക്കുക. മൊത്തം ടാറും പൊളിച്ച് കളഞ്ഞിട്ടാണ് പരിപാടി. നമ്മുടെ ഒരു കേരള വണ്ടി പോകുന്നുണ്ട്, വേഗനാർ KL 13 AN 7636. ഇതാണ് റോഡ്. റോഡിൽ കൂടെ ഇങ്ങനെ പോകാൻ പറ്റും. പിള്ളേര് ചാറ്റ കാണിക്കുന്നുണ്ടോ വണ്ടി കഴിഞ്ഞിട്ട്? എന്റെ വണ്ടി ഇത് പോക്കറ്റ് മൊത്തം ചക്ക, അത് ചക്ക. അങ്ങനെ നമ്മള് മൈസൂരെത്തിട്ടോ. മൈസൂരെത്തിയിട്ട് വീണ്ടും ഇതേതാ പമ്പ്, ഇന്ത്യൻ ഓയിൽ പമ്പിന്ന് ഒരു 548 രൂപയ്ക്കും കൂടി എണ്ണ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് ആ കുരങ്ങനെ ഇടിച്ചതിന് ശേഷം ഒരു മൂടില്ല, ഒന്ന് വീഡിയോ എടുക്കാനൊന്നേ ആ കൂടി ടെൻഷനായിപ്പോയി. എത്ര ഉള്ളു കൊച്ച്, ചെറിയ കൊച്ച്. അത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ചാടുന്നു വിചാരിച്ചില്ല. ഞാൻ കുറെ റൈറ്റ് സൈഡിലോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ചാടി. കുറേ വേഗത്തിൽ വണ്ടിക്കാർ കുറേ ഹോണടി. ഞാൻ അവിടെ നിർത്തി. പിന്നെ അടുത്തോട്ട് പോയൊരു പേടി, കുരങ്ങന്മാരെ കൂടി ആക്രമിച്ചാലും. അപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ അടിച്ച് ഇനി മെല്ലെ വിടട്ടെ കേട്ടോ, സന്ധ്യയാകാറായി സമയം. അപ്പോൾ അങ്ങനെ അവസാനം വണ്ടി ഒരു പമ്പിലോട്ട് സൈഡാക്കി കേട്ടോ. വേറെ ഒന്നല്ല, ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പയ്യെ പോവാം.